Subscribe our channel Mommy's Magic Recipes. അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ചക്ക അച്ചാർ. ചക്ക സീസണൊക്കെ ആകുമ്പം നമ്മളെ പറമ്പിലൊക്കെ വെറുതെ കിടക്കുന്ന ഒരു സംഭവമാണ് ചക്ക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ ചക്കൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പം ചക്ക വിഭവങ്ങളിൽ എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചക്കേൻ്റെ വിഭവങ്ങൾ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പച്ച ചക്ക കൊണ്ടും പഴുത്ത ചക്ക കൊണ്ടും വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം ഇൻഷാ അല്ലാ. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും കാണൂ കേട്ടോ. അത് കാണാൻ വേണ്ടി നിങ്ങൾ ഇത് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ആദ്യം തന്നെ നന്നായി കഴുകിയെടുത്ത പച്ചച്ചക്ക ചെറുതായി അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 കപ്പ് വിനാഗിരിയും ചേർത്ത് നന്നായി ഇളക്കി അടിച്ചു വെക്കുക. ഒരു ദിവസം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ഒരു ദിവസം മാക്സിമം വെക്കണം കേട്ടോ. ഇനി അച്ചാർ ഉണ്ടാക്കാനുള്ള പാത്രം എടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തത്. ഏറ്റവും നല്ലത് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, കടുക് പൊട്ടിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അത് ഓരോന്നും 2 ടീസ്പൂൺ വീതം എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കൊത്തി അരിഞ്ഞെടുത്തതാണ്, ചതച്ചതല്ല. എന്നിട്ട് കാന്താരി മുളകാണ് കേട്ടോ ഇവിടെ എടുത്തത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ഇടുക. അപ്പോൾ പച്ചമുളക് എടുക്കുകയാണെങ്കിൽ ആവശ്യത്തിന് 4 നല്ല എരിവുള്ളത് എടുക്കുക. കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, വറുത്തെടുക്കുക. പിന്നെ പച്ചമുളകാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ വട്ടത്തിൽ അരിഞ്ഞിടണം കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളിടാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കേട്ടോ. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ അച്ചാറിൻ്റെ പ്രത്യേകത അച്ചാർ പൊടി ഒന്നും ഇടുന്നില്ല എന്ന് തന്നെയാണ്. പിന്നെ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഇടേണ്ടത് ചക്കയിൽ നിന്ന് ഊറി വന്നിട്ടുള്ള വിനാഗിരി വെള്ളമില്ലേ, അത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മൾ ഈ ചക്ക, ചെറുതായിട്ട് അരിഞ്ഞ ചക്ക അതിലേക്ക് ഇടുന്നത്. ചക്ക ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വിനാഗിരി വെള്ളം കായം വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. കായം ചെറിയ ഭാഗം വെള്ളത്തിലിട്ട് അലിയിച്ചെടുത്താൽ കേട്ടോ. ചാറ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നുറുക്കി വെച്ച ചക്ക ഇതിലേക്ക് ഇടാം. ഒരു ദിവസം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതെന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ചക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. മാങ്ങ അച്ചാറിൻ്റെ ഏകദേശം രുചി വരുന്ന ചക്ക അച്ചാർ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വിനാഗിരിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, അതായത് വിനാഗിരി സുർക്ക കേട്ടോ, നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് തണുത്തതിന് ശേഷം നിങ്ങൾ കുപ്പിയിലോ ഭരണിയിലോ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. പുറത്തിൽ ഒരു മാസത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിൽ 2-3 മാസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം മാങ്ങ അച്ചാറിൻ്റെ ഏകദേശം ടേസ്റ്റുള്ള ഈ അടിപൊളി അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും ഇൻഷാ അല്ലാ ഈ പറയുന്ന ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കി തരാം. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, ഇൻഷാ അല്ലാ കാണാം കേട്ടോ. മഅസ്സലാമ.